ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വ്ളോഗിൽ അപ്പൂസ് കിച്ചൻ നിങ്ങളുമായി പങ്കുവെച്ച അനിയൻ്റെ കല്യാണ വിശേഷങ്ങൾ നിങ്ങളിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. വല്ലാണ്ട് സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നാട്ടിൽ മഴക്കാലാണല്ലേ. ഓരോ സീസൺ വരുമ്പോഴും അതങ്ങ് നന്നായി ആസ്വദിക്കുക എന്നതാണ് എൻ്റെ ശീലം. മഴയാണെങ്കിൽ രാത്രിയൊക്കെ നിർത്താതെ പെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണല്ലേ. ഈ ഋതുക്കളില്ലാതിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ബോറായിപ്പോയേനെ. മഴയും തണുപ്പൊക്കെ ആയ സ്ഥിതിക്ക് ചൂടോടെ കഴിക്കുന്ന ഒരു പുഡിങ് തയ്യാറാക്കിയാലോ എന്ന് കരുതി ഞാനിവിടെ നേരത്തെ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഓൾറെഡി ഈ സേമിയ വറുത്ത് തന്നെയാണ് കേട്ടോ. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കി ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നമുക്കൊരു ക്രീം തയ്യാറാക്കേണ്ടതുണ്ട്. പീനട്ട് ബട്ടറിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ചൂടാക്കിയാൽ ഇതുപോലുള്ള ഒരു നല്ല ക്രീം റെഡിയാക്കിയെടുക്കാം. ഇത് ഈ സേമിയയുമായി നല്ല ചേർച്ചയുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഈ ക്രീമൊക്കെ നമ്മൾ നിരത്തി വെച്ച സേമിയയ്ക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സേമിയ വിതറി കൊടുക്കാം. സേമിയ ഇങ്ങനെ കുറച്ച് കട്ട കെട്ടിയിരിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ട പ്രധാന ചേരുവ തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട കെട്ടി കിടക്കുന്ന സേമിയ ഒക്കെ ഒരു നല്ല സ്ട്രക്ചറിൽ തന്നെ വന്നോളും. അപ്പോൾ അതിനായിട്ട് ഞാൻ 10 ഗ്രാം ചൈനഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചൈനഗ്രാസ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ചൈനഗ്രാസ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൈനഗ്രാസുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സേമിയക്കൂട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത്തവണത്തെ ഈദിന് ഇതായിരുന്നു കേട്ടോ ഇവിടെ സ്പെഷ്യൽ.
പിന്നെ ഇത്തവണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അനിയൻ്റെ വീട്ടിൽ നിന്ന് അപ്പത്തരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ കല്യാണ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വീട്ടുകാർ അപ്പത്തരങ്ങളൊക്കെ ആയിട്ട് പോകും. ഇങ്ങനെ ഒരു കാര്യം ഇപ്പം ഈയിടെയായിട്ട് എല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് വരുന്നതാണ്. ഞങ്ങളുടെ വീട്ടുകാരും അവരോട് ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി അവർ നമുക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറേ അപ്പത്തരങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ അപ്പത്തരങ്ങളൊക്കെ ഓരോന്നായി കാണാം. ഇതിപ്പം ഉമ്മ ചെയ്യുന്നത് ഇതെല്ലാം ഓരോ കവറിലാക്കിയിട്ട് നമ്മുടെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.